ശോഭേ, എന്താണോ വഴി തെറ്റിയോ? എന്നാ ഞാൻ ആ മുക്കിലിരിക്കാം. ആ ശരി. വേറെ എവിടേക്കോ ആണെന്ന് പറഞ്ഞിട്ടാ പോന്നിരിക്കുന്നത്. അത് കണ്ടറിയാം. കളി കളയൂ കുട്ടി. നീ ആ മനുഷ്യനെ മറക്കണം. വെറും ഒരു അൺസ്ക്രൂപ്ലെസ് പ്ലേ ബോയ്. അങ്ങനെയാണെങ്കിൽ തന്നെ അതങ്ങ് മാറിക്കൂടുന്നില്ലല്ലോ. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. വേണ്ടടോ, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. നിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. വീടോ, കല്യാണിയെ രക്ഷിക്കാൻ കല്യാണിക്കറിയാം. ചുമ്മാ ഇരിക്കടോ. ശോഭേ, നിനക്കെന്നോട് പിണക്കൊന്നുമില്ലല്ലോ? ഞാൻ പോട്ടെ. ആ, എന്താ എന്തുണ്ടായി? വലിയ ആൾക്കാർ എന്തോ ആകാമല്ലോ. എന്നാലും ഏട്ടൻ ഇങ്ങനെ പ്രവർത്തിച്ചു കളയുമെന്ന് കരുതിയില്ല. എന്ത് പറ്റി കൃഷ്ണൻകുട്ടി? ലക്ഷ്മി എടുത്തി എന്തുണ്ടായി? നെല്ല് തീർന്നു എന്ന് പറഞ്ഞയച്ചത് ആ കൃഷ്ണൻകുട്ടിയെ. പാടത്ത് പണിയെടുപ്പിച്ച് നിൽക്കുകയായിരുന്നു ഏട്ടൻ. അവിടെ ചെന്ന് പറഞ്ഞത് ഇഷ്ടായില്ല. ആ, ഇവിടെ ചോദിക്കാൻ ആരാ? കൃഷ്ണൻകുട്ടി, പോയി മേല് കഴിയിട്ട് വരൂ. അമ്മാവാജിമ്മാവെന്നൊന്നും നീ വിളിക്കണ്ട. വന്ന കാര്യം വെച്ചാ പറഞ്ഞു തൊളിച്ചെന്ന് പൊക്കോ. കാര്യം പറയുന്നതിന് മുമ്പ് അമ്മാവൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? നെല്ലിന്റെ കാര്യം ചോദിക്കാനായിരിക്കും. അതുകൊണ്ട് എന്നാ കേട്ടോളൂ. എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ കൊടുത്തയക്കും, ഇല്ല വെച്ചാൽ കൊടുത്തയക്കില്ല. കേട്ടല്ലോ പറഞ്ഞത്? ഇനി എന്താ? ഓ, ആ ചെക്കനെ തല്ലിയ കാര്യമായിരിക്കും. വെറുതെ അങ്ങനെ തല്ലാനേ. അമ്മാവന്റെ ചോറുണ്ടിട്ടല്ലോ അവൻ വളർന്നത്. നീ വഴക്കിടാൻ വന്നേക്കാണോ? വഴക്കുണ്ടാക്കാൻ വന്നതല്ല. എന്നാലേ ഇപ്പോഴതങ്ങനെ ആയിരിക്കുന്നു. ശ്രീകരം പോകാൻ തന്നെയാണ് അമ്മാവ് വന്നത്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം. പ്രായം ചെന്ന ആരോരുമില്ലാത്ത രണ്ട് സ്ത്രീകളെയും കണ്ണറിയാത്ത ഒരു പെൺകുട്ടിയും കബളിപ്പിച്ച് ആനയെ വാങ്ങിച്ചു കളയാന്ന് വിചാരിക്കുന്നത് കുറെ കഷ്ടമാണ് അമ്മാവ. ഞാൻ പോകുന്നു. അടുത്ത ആഴ്ചയിൽ കൊയ്ത്തുണ്ടാവും. ഇനി തൊട്ട് എന്റെ നിലകൾ ഞാൻ തന്നെ കൊയ്ച്ചോളാം. അവിടെ അമ്മാവന്റെ ജോലിക്കാരെ പറഞ്ഞു വിടരുത്. പറഞ്ഞു വിട്ടാൽ അമ്മാവൻ വ്യസനിക്കും. എന്താണോ വായി നോക്കിക്കണേ? ശോഭേ, ഇവളെവിടെ പോയി കിടക്കുക? ശോഭേ, ശോഭേ, ആഹാ, നീ ഇവിടെ ഇരിക്കുകയാണോ? ഈ വിളിച്ച് വിളിയൊക്കെ കേട്ടിട്ട് നീ ഇവിടെ ഇരിക്കുകയാണല്ലേ? ദേ, അച്ഛൻ വിളിക്കണോ? അച്ഛന് വെറുതെ ചുണ്ടു പിടിപ്പിക്കണ്ട മോളെ. അച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ? മോളുടെ സ്വഭാവം അച്ഛനും അറിയില്ലേ? അങ്ങനെ ഇപ്പൊ ധൃതി പിടിച്ച് ആരും കല്യാണം ഉണ്ടാക്കണ്ട. കല്യാണം വേണ്ടപ്പം ഞാൻ പറഞ്ഞോളാം. അച്ഛനത് സമ്മതിക്കില്ല കുട്ടി. എന്നെ മേലോട്ട് പഠിപ്പിക്കാൻ വിഷമമുണ്ടെങ്കിൽ അച്ഛനൊന്ന് പറയട്ടെ. ഞാൻ വല്ല സ്കോളർഷിപ്പും വാങ്ങി പഠിച്ചോളാം. അവൾക്ക് പഠിക്കണമെന്ന്. അവള് പഠിച്ച് ഉദ്യോഗം ഉണ്ടാക്കിയിട്ട് ഇവിടെ ആർക്കും കഴിയണ്ട. ഓരോന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ കൂടി ചെയ്യുമ്പോ എനിക്ക് പേടി തോന്നുക കുട്ടി. ലക്ഷ്മി അടുത്ത് ഒന്നും ഉണ്ടായിരിക്കും. എന്തിനാ പേടിക്കുന്നത്? നീ അയാളെ കാണാൻ കൂടി പോന്നെന്ന് കേട്ടാൽ അമ്മ എന്തിനാ അത് കേൾക്കുന്നത്? ഇവിടെ നിന്ന് ആരും ഒന്നിനും അനങ്ങൂല. എല്ലാത്തിനും ഞാൻ തന്നെ പോണം. എന്നാലും എന്നെ നോക്കാൻ എനിക്കറിയില്ല ലക്ഷ്മി അടുത്തി. ഇവിടെ നിൽക്കൂ, ഞാനിപ്പോ വരാം. മറ്റേതും ഞാൻ തന്നെ നടത്തി കൊടുത്തു. പെണ്ണിപ്പോ എവിടെയാ? പേർഷ്യലാ. മിസ്റ്റർ പ്രഭു ഏത് മുറിയില്ല? 124 മുകളിലാ. നല്ലൊരു തറവാട്ടില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞവരെ തല്ലും. ആ, നടക്കട്ടെ. ആ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും ഇരുന്ന് പറയുന്നു എന്ന് വെച്ച് ഇത്ര പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു? ഇരിക്കുന്നു. ഇത് കൊള്ളാം. മനുഷ്യര് പറയുന്നത് കേട്ട് പേടിച്ചേ
ആരെങ്കിലും ചാടിക്കേറി കല്യാണം കഴിക്കാറുണ്ടോ? നിങ്ങൾ ഈ പെൺകുട്ടികളെല്ലാം ഒരേ തരക്കാരാ. എപ്പോ നോക്കിയാലും വിവാഹം വിവാഹം ഒരു ചിന്തയേ ഉള്ളൂ. ഈ മറുപടി അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. നീ എന്റേതല്ലേ? അല്ല എന്നെനിക്കിപ്പോ തോന്നിപ്പോന്നു. ആണെന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പോഴും പറയുന്നില്ലല്ലോ. വെറുതെ എന്തെല്ലാം കഥകൾ കേട്ടു മോളെ. അതിലൊരെണ്ണം സത്യമായി പോയാൽ കൂടി ഇനിയിപ്പോ അയ്യോ കമോൺ ചീറപ്പ് കല്യാണിക്കുട്ടി. വിടാൻ വിടില്ല. എന്റെ ദേഹത്തുനിന്ന് കൈയെടുക്കാൻ. മോളെ ഇതാ കൊണ്ടേ കൊടുക്ക. അമ്മ കൊണ്ടുപോയി കൊടുക്കൂ. പറയുന്ന അനുസരിക്കും മോളെ. ഇതാ ചെല്ലി മോളെ കൊണ്ടേ കൊടുക്ക. ഓഹോ, അങ്ങനെയാണോ? അങ്ങോട്ട് കൊടുക്കും മോളെ. ഫ്രാൻസിൻ, കോപം വന്നപ്പോ കാണാൻ നല്ല ഭംഗി. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ കാര്യം? ഐ ആം പ്രഭു. എന്റെ സഹോദരി ഇവിടെ താമസിക്കുന്നു, കാണാമെന്ന. വേറെന്തറിയണം? ആളെ കാണാനൊരു യോഗ്യനാണ്. എന്താ മോളെ? മോളെ മോളെ എന്നിട്ടെന്താ? തീരുമാനിച്ച പോലെ തന്നെയാ. ആള് കാണാൻ പരമയോഗ്യനാ. വലിയ മഴ വരുന്നു, ഞാൻ പോട്ടെ. കളി കളയൂ കുട്ടി. നീ ആ മനുഷ്യനെ മറന്നേക്കൂ. വെറും ഒരു അൺസ്ക്രൂപ്ലെസ് പ്ലേ ബോയ്. അങ്ങനെയാണെങ്കിൽ തന്നെ അതങ്ങ് മാറിക്കൂടുന്നില്ലല്ലോ. കല്യാണിക്കുട്ടിയുടെ കാര്യം നോക്കാൻ കല്യാണിക്കുട്ടിക്ക് അറിയാം. ഒന്ന് ചുമ്മാ ഇരിക്കും.